നീ പക ഓട്ട് പോലെ പോയി ഇതെവിടെ പോയി എന്റെ സ്റ്റിയറിംഗ് ഊരി വന്നടാ ബ്രേക്ക് ആയിട്ട് ഉപയോഗിക്കില്ല ആരോ വനം വകുപ്പിൽ നല്ല കോൺട്രാക്ട് എടുത്തിട്ടുണ്ട്. കാട് ലൈവ് കാണുന്നത് ഞാൻ രണ്ടുപേരെയും കാണുന്നുണ്ട്, വാറ്റിന്റെയും കാണുന്നുണ്ട്, വാസോന്റെയും കാണുന്നുണ്ട്. എന്തേലും അടിക്കുന്നത് അവിടെ വഴി മൊത്തം പണ്ടം ഞാൻ പിന്നെ എങ്ങനെ പോകും? അത്രേ എന്തൊരു വളമാണിത്. ഒരാള് കൊക്കെ പോയി ഹാൻഡ് ബ്രേക്ക് ഇല്ലാത്തോണ്ടേ ബ്രേക്ക് കിട്ടില്ല. നശിച്ച വണ്ടികളുണ്ട് ഓവർടേക്ക് സമയത്താകുമ്പോഴത്തേക്കും ടൂ ബാഡ് താഴെ അഞ്ചാമത് 5 അല്ല 6. എന്റെ വീല് ഊരി പോയി കൈസ എന്റെ സത്യമായിട്ട് വീലിൽ പോയതാ. മറ്റേ ഊരിയൊക്കെ പറ്റാല്ല. സൈഡിൽ നിന്നൊക്കെ വരുന്നത്. അത് കണ്ടേ ചെറിയ ഷോട്ട് കിട്ടുന്നത് കുഴപ്പമില്ല, ചെറുതൊന്നും കുഴപ്പമില്ല, വലുതൊക്കെയാണ് പ്രശ്നം. 2 പഞ്ചായത്തൊക്കെ പ്രശ്നം. കൊക്ക റോഡ് എടുക്കുന്നുണ്ടായിരുന്നു. ഹാൻഡ് ബ്രേക്ക് ഇല്ലാതെ എങ്ങനെ മറ്റേ ഓട്ടായി പോയില്ലെന്ന് പറഞ്ഞു. എന്ത് ചെയ്യാ? ആയി പോയി അത്. അത് കവയായിരുന്നു. പൊട്ടാത്ത സ്ഥലം എടുത്തടാ. ചെറുതായിട്ട് കുഴപ്പമില്ല പ്രശ്നമില്ല. നേരെ കിട്ടോ. നമ്മള് മാത്രമേ കണ്ടിട്ടുള്ളൂ. എപ്പോഴിങ്ങനെയാടാ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കാണെങ്കിൽ പോകാൻ പറ്റിയില്ലല്ലോ. ഇതെന്തായാലും ട്യൂഷനും ഇല്ല. ഡോൺ ചേട്ടൻ സെക്കൻഡായോ? വാവ്. അത് ചെറുതായിട്ട് വണ്ടി ഒന്ന് ഇത് ടയർ ഒന്ന് ഗ്രിപ്പ് കിട്ടിയില്ല. അതാ
ഇതൊക്കെ തെണ്ടിത്തരം കാണിക്കും നോക്കിയോ ഇതൊക്കെ ആക്ടിവറാണ് കാണിക്കണം കിട്ടാൻ ഇങ്ങനെ ഫുള്ള് കളിച്ചോണ്ടേ കഴിയോ താങ്ക് യു റോഡ് ഫുള്ള് വന്നോണേ കള്ളം കാണിക്കല്ലേ ഇല്ല റോഡ് എല്ലാരും വരുന്നത് ആരും കാണിക്കില്ല എല്ലാരും റോഡിൽ കൂടെ വരുന്നത് അങ്ങനെ വെച്ചിട്ട് എന്ത് കിട്ടാനാ സത്യം അങ്ങനെ വെച്ചിട്ട് എന്ത് കിട്ടാൻ ആർക്ക് ചാറ്റ് പറയുമ്പോ ചാറ്റ് പറ എല്ലാരും എന്തിനാ ഉണ്ടല്ലോ അതെന്തുണ്ട് ഇല്ല, എല്ലാരും റോഡിൽ കൂടെ തന്നെ വരുന്നേ അങ്ങനെ ഇങ്ങനെ എത്തിയോ എന്തോ ഞാനൊക്കെ പ്രോപ്പർ ഡ്രിഫ്റ്റ് എന്റെ ഡ്രിഫ്റ്റ് ഒക്കെ നമുക്ക് കാണുന്നില്ല പുറയില് സത്യം വളരെ വിഷയം വിഷയം രണ്ടുപേര് പക്ഷേ ലാസ്റ്റ് നടക്കുന്ന 3 പേര് വേറെ ട്രാക്കിലാന്ന് തോന്നുന്നു ആശുപത്രിയിൽ ഇവിടെ ഉണ്ട് ഹലോ ലാസ്റ്റ് ഈ മലയൊക്കെ കണ്ടു വരുന്നുണ്ട് മല റോഡ് എക്സ്പ്ലോറിംഗ് ആണല്ലേ ഈ പഞ്ച് കളിക്കണം ബ്രോ നല്ല തിരിവുകൾ നടന്നോ 4 പേര് മുമ്പിലായി പക്ഷേ ഇപ്പൊ മനസ്സിലായില്ലേ നീ ജോയിസ്റ്റിക്ക് വരുമ്പോ നമ്മള് കളിപ്പിക്കാത്തത് ഉള്ള ഗോട്ടിന്റെ മാസ് കേട്ടാ കേട്ടെ അത് ഒക്കെയല്ലേ നീ ആരോടല്ലേ കളിക്കുന്നത് ഞാൻ പറഞ്ഞു കൈ ഈ കുടുംബം നിർത്തിയിട്ടേക്കുന്നല്ലോ നിർത്തിട്ടേക്കല്ല അത് ഹലോ സ്റ്റിയറിംഗ് ഒരു കൈയിരുന്നേ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും നല്ല പവർ എടുത്തല്ലേ ഒരു റീസൺ കണ്ടുപിടിക്കാൻ നല്ല പവർ എടുത്തല്ലേ വലിച്ചൂരൊക്കെ നല്ല മസിലുണ്ടല്ലേ നിനക്ക് ആദ്യമേ തന്നെ ഞാൻ നിന്നെ ഓവർടേക്ക് ചെയ്യുന്നതിന് മുമ്പേ ഞാൻ ലൈവിൽ പറഞ്ഞായിരുന്നടാ എന്റെ ഇത് ഊരിപ്പോയെന്ന് നീ നേരത്തെ ആസ്കിച്ച് ഞാൻ മനസ്സിലായി അത് കൊള്ളാം ഇല്ലളിയാ ഇത് സത്യവളിയാ മസിലൊക്കെ ഉണ്ട് സത്യമായിട്ട് എന്റെ ഇത് ഊരിപ്പോയതാ അപ്പൊ ഒരു സൈഡ് പറഞ്ഞു വെക്കോണ്ടിരുന്നത് ഒന്നും ചെയ്യാൻ പറ്റിയില്ല എനിക്ക് കുഴപ്പമില്ല ഇറ്റ്സ് ഓക്കെ ഇറ്റ്സ് ഓക്കെ ആശേ ഇറ്റ്സ് ഓക്കെ എന്റേതല്ലാത്ത അന്നോട് ഇപ്പഴെങ്കിലും വരല്ലേന്ന് പറഞ്ഞു ഇപ്പഴെങ്കിലും വരല്ലേ കേറി വരല്ലേ ഒരിക്കലും എന്നെ കുറ്റപ്പെടുത്തില്ല എനിക്ക് അറിയൂടെ അവരെ നല്ല തെറി വിളിക്കുന്നത് ആശേ അണ്ണ വണ്ടി നിർത്തിട്ടേക്കുവാ ഇതുവരെ അതാ പറഞ്ഞു ഇപ്പഴേ കുത്തല്ലേന്ന് പറയണ സ്റ്റിയറിംഗ് ആശയ നീ എന്നിട്ടും റീഫണ്ട് ഒന്നുമില്ലേ റീഫണ്ട് ഇല്ലേ എടാ അങ്ങനെ നാണം കെട്ടാവനൊക്കെ പോയിന്റ് കൊടുത്തേ റീഫണ്ട് ഒന്നുമില്ലേ അയ്യോ റീഫണ്ട് നമ്മളെ 1 കിലോമീറ്റർ അത് ആദ്യമേ ഊരിപ്പോയ ഡിസ്കംഫർട്ടിലാണ് ഞാൻ കളിച്ചത് അയ്യോ ഡിസ്കംഫർട്ട് നിർത്തനായിരുന്നു ബ്രോ കട്ടിലൊന്നുമല്ലല്ലോ പോയിന്റ് കൊടുത്തരാം നമുക്ക് ജയിച്ച് കമ്പാക്ക് അടിച്ച് തിരിച്ചു വരാം എനിക്ക് ഈ സമയം കളയാൻ പറ്റില്ലല്ലോ എന്റെ ടൈം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇതാണ് precious ആണ്. നീ തോക്കാറായപ്പോ വലിച്ചൂരെടുത്തത് നമ്മളായിട്ടാണ് എന്റെ അളിയ ഇത് ഞാൻ ഇവിടെ ഇപ്പോഴും മുറുക്കിക്കൊണ്ടിരിക്കുക മനസ്സിലായേ വലിച്ചെടുത്ത പോലല്ലോ നമുക്ക് ഒരു കാര്യം ചെയ്യാം റീഫണ്ട് ഓർ പോൾ ഇടാം റീഫണ്ട് വേണോ ചോദിക്കാം എടാ ഞാൻ നീ എന്റെ PO നിന്റെ തൊട്ട് പുറകെ നീ എന്നെ ഇടിക്കുന്നവരെ എങ്ങനെ ഓടിച്ചത് നീ എന്റെ PO ഒന്ന് കണ്ടു നോക്കിയാളിയാ അത് കണ്ടിട്ട് ആൾക്കാർ പറയട്ടെ നല്ല ഞാൻ കളി മറക്കാനാ നിങ്ങൾ പറഞ്ഞു നിങ്ങളുടെ വോയിസ് ആണ് ശരിക്കുള്ള വോയിസ് ഒരു സെക്കൻഡ് എന്റെ ഫോൺ അടിച്ചായിരുന്നു ഇതിനുള്ളത് ഞാൻ അടുത്തതില് വെട്ടിക്കോളാം 2 മിനിറ്റ് അത്രയും പോകത്തില്ല അതിന് മുമ്പ് ഞാൻ ഇവിടെ വല്ലയിടത്ത് കിടക്കും ആരാ സെക്കൻഡ് ആരാ തേർഡ് ഞാൻ തേർഡ് ഡോൺ ചേട്ടൻ സെക്കൻഡ് ഓക്കെ നമുക്ക് നോക്കാം എല്ലാരും വോട്ട് സെക്കൻഡ് തേർഡ് തേടിയിട്ടുണ്ടായിരുന്നു കാരണം കാസ്ട്രോ അല്ല ജോയി അല്ല ഞാൻ അതിന് മുന്നേ ജോയിലും ഡീമൺ അല്ല ചെറിയൊരു മണ്ടത്തരം പറ്റി ഓക്കെ സെറ്റ്
അതുവഴി ഇറങ്ങി ഓടിയാടാ അവൻ. പോയില്ലേ മറ്റേ അലങ്കി എടുക്കാൻ പോയതാ കിട്ടിയാന്. അലങ്കേ അലങ്കിയല്ല. എല്ലാരും ഒന്ന് വോട്ട് ചെയ്താണ് ഗൈസ്. നീ ആരോടാ ഈ പറയുന്നത്? കളിയാക്കുന്ന നിനക്കറിയോ? ഓഫ് റോഡ് ലെജൻഡ് അടുത്താണ് നീ പറയണത്. അണ്ണൻ പറയുന്നതാണ് അത്. എന്റേതല്ലാത്ത ഒരു റീസണിൽ എനിക്കൊരു കളി നോക്കേണ്ടി വന്നു. ഗോകുൽ 5 ദിവസം ഇവിടെ പോയതാ. It's okay. ചത്തുപോയി ലൈവില്ലാഞ്ഞിട്ട്. ഇതിന് എടാ, ഇന്നലെ live അല്ല, വന്നതാണ്. ഈ റേസ് ശരിക്കും കൗണ്ട് ചെയ്തോ നിങ്ങളൊക്കെ? ഓ, count ചെയ്ത് അത് കിട്ടാനില്ലല്ലോ. കിട്ടാൻ ചെയ്തല്ലോ. അളിയ ചെക്കത്തരായി പോയില്ല അളിയ. ഓ, നമുക്ക് വലിച്ചു ഊരണ്ടെന്ന് വന്നില്ലല്ലേ? അളിയ എന്റേത് ഇങ്ങനെ ആയിപ്പോ. ശരിക്കും ഞാൻ ഇങ്ങനെ ഒരു റീസൺ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇത് ഫസ്റ്റ് ടൈം ഇങ്ങനെ റീസൺ പറയാം. കുഴപ്പമില്ലല്ലേ? ആ പോയിന്റ് അവിടെ കിടക്കട്ടെ. റീഫണ്ട് 15 മിനിറ്റ് ആണ്, മനസ്സിലായില്ലേ? അളിയ ഇതെനിക്ക് വാശിയാവും. എല്ലാരും DNF ആക്കിയോ? എല്ലാരും DNF ആക്കിയോ? വാശിയാവും എനിക്ക്. ഓ, ആ. ഓക്കെ, അങ്ങനെയെങ്കിലും എനിക്കൊരു ഇത് വരട്ടെ, ചലഞ്ച് വരട്ടെ. പാട്ടും പാടി ഞാൻ ചുമ്മാ കളിക്കുന്ന ആർക്കാ വേണ്ടി നല്ല സ്റ്റിയറിംഗ് എനിക്ക് കറക്കി കൂടെ വരാം. വിട്ടേ കേസ്, വിട്ടേ അതൊക്കെ വിട്ടേ. ഏതാ പാട്ടൊക്കെ ഇല്ലേ ഇതൊക്കെ? അയാള് കൊറേ വട്ടം വിളിച്ച്. അവന്റെ അകത്ത് ചാർജറിലൊന്നും എന്റെ ചാർജറിലൊന്ന് കുത്തിയിട്ട് വിളിക്ക്. എടാ, പോയിന്റ് റീഫണ്ട് ചെയ്ത് കൊടുറാ. ഇവിടുത്തെ പോയിന്റ് റീഫണ്ട് ചെയ്ത് കൊടു. ഇതെന്താണ് കറക്റ്റ് ഇരിക്കാതെ? ഇത് തിരിച്ചു വന്നപ്പം കഴിഞ്ഞ റേസിലെ ശ്രീരാഗം വിട്ടാ കളിച്ച. എന്തൊക്കെ റീസൺ ആടീമാ? എന്തൊക്കെ റീസല്ലോ ഉള്ള കാര്യമല്ലോ പറഞ്ഞേ. റീസൺ ആയിട്ടല്ല പറഞ്ഞേ. ഞാൻ തോറ്റില്ല. ഞാൻ തേർഡ് അടിച്ചേ. ശ്രീരാഗമാണ്. ഞാൻ തോറ്റില്ലല്ലോ. കഷ്ടം തന്നെ, ആ ഞാൻ റീസണല്ല പറഞ്ഞേ. കഷ്ടം തന്നെ. അടുത്തിട്ടാ പക്കുവാണത്. പക്കു, വെൽക്കം വെൽക്കം വെൽക്കം. അടുത്ത പ്രതീക്ഷ അല്ലെ രാത്രി അല്ലെങ്കിൽ ഞാൻ ഇത് ജയിച്ച്. റെഡി. ആ, റീഫണ്ട് കിട്ടിയില്ലടാ. റീഫണ്ട് കൊടുറാ. ചെറുതായിട്ട് ആവേശ് കുമാർ കൊടുത്തായിരുന്നു ആർക്ക്? പോയി ഗോട്ടിന്റെ ടീമിന്. അയ്യോ, ഈ സാമാനോ ഗോക്കു? ഇതാടാ എഡിച്ചതാ, ട്യൂൺ ചെയ്തതാ. നീ എനിക്ക് വണ്ടി നിന്റെ ഈ കോണം വെച്ച് ഞാൻ പറയാം. നീ ഉറപ്പായിട്ടും മെസ്സിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തതാ. ഇല്ല അത് മാത്രം പറയല്ലേ. നീ ഈ കോണം വെച്ച് ഞാൻ പറയുക, നീ മെസ്സിയുടെ വീഡിയോ ഡിലീറ്റ് ചെയ്തതാ. ഇല്ല നമ്മൾ ഓടിച്ചോ വരെ കാണിച്ച സത്യസന്ധത ഞാൻ തെളിയിച്ചതാ. ഇല്ലേ ഇൻസ്റ്റിൽ തെറിയോടി വന്നു തുടങ്ങി. നീ ഗെയിം കാണിച്ചത് അത് വലിച്ചു വരേണ്ട ആവശ്യം തരാണ് ഉണ്ടാക്കിയതാ. അളിയാ, നീ ഇത് കണ്ടോ? നീ കാണുന്നുണ്ടാ? കാണുന്നില്ല സ്ക്രീൻ, അതല്ലേ? അല്ലെ, എനിക്ക് തരുന്ന വണ്ടിക്കൊക്കെ പെട്ടിയോട്ടുള്ള എഞ്ചിനാണോ? സത്യം പറ. സത്യം പറയുവാണ്ട് തിരിക്കാൻ ചന്തി നോക്കൂലേ? പിന്നല്ല നിങ്ങൾക്ക് വേണ്ടി ഇതെന്താ? ഹലോ, ഇങ്ങോട്ട് പോകുന്നത് മല കയറണം. കയ്യിലല്ല പിന്നെ ഇതൊന്നുമില്ല, മറ്റേ സാധനമില്ല. ഇങ്ങോട്ട് പോകുന്നത് ബ്രേക്ക് പിടിക്കലേ. എടാ എടാ, എന്ത് ഈ അച്ചിപ്പട്ടി സോയി ഉണ്ടല്ലോ, ഇവനെ ഇടിച്ച് മൂടണ ഇവനെ. അവരൊരു ഗോട്ട് ഫാനാ ബ്രോ. ഞാൻ അവിടുത്തെ പോയി, ഞാൻ വേറെ എവിടെയോ ആണിപ്പ. ഞാനാ ഈലടിച്ചാണല്ലോ എന്തായാലും.
സമ്മതിച്ച് പറഞ്ഞു ജോന്തോട് പറഞ്ഞു പോയി. ആരാണ്ടൊക്കെ ഫോണൊക്കെ അടിച്ചിട്ട് വന്ന് ബാക്കി അന്ന് പോലും കാണുന്നുണ്ട്. ആരോ അവിടെ നദിലെ ഒട്ടിയിരിക്കണേ. ഓഫ് റോഡ് ഉണ്ട്. അയ്യോ എന്നിടിച്ച് വേറെ വഴിക്കാരും പറഞ്ഞു വിട്ട്. നോക്കൂ എന്നോട് കൊണ്ടുപോകാൻ ഒരു ക്യാരക്ടറാണ് ആ റൊട്ടി കയറിയട്ടാ റൊട്ടി കയറിയേ. ഇവിടെ എന്താ അവസ്ഥ സ്റ്റാർട്ടിങ് ഇങ്ങോട്ടൊക്കെ ഈ വണ്ടി നമ്മുടെ കയ്യിലല്ല ഏട്ടാ കൺട്രോൾ ഇത്. നല്ല പബ്ലിംഗ് ഉണ്ട്. ഇല്ലിന്റെ വണ്ടിക്ക് ബ്രേക്ക് ഇല്ല. ഒന്നുമില്ല. ടയർ പോയിട്ടുണ്ട്. എടാ അതിനെ പോകാൻ പറ്റൂല. എടാ ഡീമ നീ എന്തിനാ ചന്തിക്ക് നോക്കണം? എടാ ആ ചെക്ക് പോയിന്റ് അനങ്ങൂലും ഇല്ല. അത് കരിങ്കല്ല് കൊണ്ടുള്ള ചെക്ക് പോയിന്റാ. ചെക്ക് പോയിന്റ് അല്ല. ആണ്. അയ്യോ അയ്യോ എന്റെ വണ്ടി വെറുതെ മറിഞ്ഞ്. ഗോക്ക് പോയി. എന്ത് വണ്ടി ഇത്? ഞാൻ ചരിഞ്ഞെങ്ങനെയുണ്ടോ? ഞാൻ കണ്ട് റോഡ് എത്തിയെന്നാലും പേരിക്കട്ടെ. പിന്നെ ഇങ്ങോട്ട് തന്നെ ജസ്റ്റ് ഒന്ന് റോഡ് കാണിച്ചു തരും നമ്മളെ. അതാണ്. അതെ അയ്യോ വണ്ടി പോയേ എന്റെ കയ്യിൽ നിന്ന്. കാശോടെ വണ്ടിയുടെ മോളിൽ കൂടെ ഓടിച്ചാ വന്നാട്ടോ കാശോ. എന്നിട്ടോ ഇവിടെ സ്ഥലം എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ എന്റെ കൺട്രോൾ പോയി. ഇങ്ങോട്ടാണ് വഴി തെറ്റി. ഞാൻ കാര്യം പറഞ്ഞു. കളിക്കണം കേട്ടോ. എന്നെ തട്ടിക്കളയല്ലോ. ഓടിക്കുന്നവരാ തറവാട്ടിൽ ഞാൻ മനസ്സിലായ. അതെ അതെ അതേപോലെ തറവാട്ടിൽ കളക്കത്തൊന്നാ പോയി. തറവാട്ടി സൗകര്യം ഇല്ലാത്തൊരു ഹോസ്പിറ്റലിൽ ഇരുന്ന പരിപാടി. അയ്യോ ഗ്യാസ് അടിച്ചല്ല. ഇതായിരുന്നു തോയി പറയുന്ന ആരും വിശ്വസിക്കില്ല. അത് ഇടിക്കും. ഇപ്പൊ കഴിഞ്ഞ വലിയ ഒരെണ്ണം ബാക്കിയുള്ളതാ പോയെ. അത് തിരക്ക് ഞാൻ എന്ത് ഓടിക്കുന്നു വണ്ടി വണ്ടിയൊന്നുമില്ല. എടാ എന്റെ വണ്ടി 2 വട്ടം മറിഞ്ഞ് നേരത്തെ. പിന്നെ പറയും എല്ലാരും എല്ലാരും നേരെ പോണാണ്ട് ഞാനും പോയി. അയ്യോ ഇത് മറ്റേ ഇതടിക്കരുത് കേട്ടാ. സ്റ്റേറ്റ് അടിച്ച് ചിലപ്പോ ഞാൻ ആദ്യം ഇതിലോട്ട് വന്നിരുന്നു. വരുന്നേ റോഡ് എത്തി. ചേട്ടാ അത് ഞാൻ സപ്പോർട്ടിന് വേണ്ടി ഒന്നല്ലേ. സപ്പോർട്ട് ഉണ്ട്. കള്ളത്തര എന്തിനാണ് ജീവിക്കുന്നത്? കണ്ടേ ഞാൻ അവിടെ കുറച്ച് നേരം നിർത്തിയിട്ടേ. ആരെന്നൊക്കെ എന്നിട്ട് അവന്റെ ചോദ്യം നോക്കണേ. അയ്യോ എങ്ങനെ ആ പോടാ വെള്ളത്തിലുള്ള കോട്ടെ. ഇത് ആ അത് കർമ്മ. പിച്ചതാണ് കേട്ടാ. ആ അയ്യോ പിച്ചു പോയി. പിച്ചു പോയി കേട്ടാ. എനിക്ക് വേണ്ടി നോക്ക് വെയിറ്റ് ചെയ്യാ. ചേട്ടാ 15 സെക്കൻഡ് ആണ്. കള്ളൻ എല്ലാരും കള്ളന്മാര്. ഇത് തോന്നുമ്പോ ഏതോ ഫുൾ ഷോട്ട് കട്ട് ഈ വണ്ടിയെ റോഡിൽ കൂടെ ഓടിക്കാനല്ല ഡിസൈൻ ചെയ്തേക്കുന്നത്. ഓഫ് ആണോ? അവിടെ ഇതുണ്ടായിരുന്നെങ്കില ചെക്ക് പോയിന്റ് ഉണ്ടായിരുന്നെങ്കില. അതിന് വേണ്ടി ഞാൻ കേറിയില്ല. അയ്യോ എന്തുവാ കാസർഗോഡ് മുന്നേ ഒന്ന് കയറിയുണ്ട്. എന്നാണ്ടേ 2 സെക്കൻഡ് ചവിട്ടിയേ. ചുമ്മാ ഏറി പറഞ്ഞ സ്ട്രീറ്റ് റോഡില്. പോയി ഹലോ അയ്യോ ആഷ് ബ്രൂട്ടൽ. ഹലോ അയ്യോ. ബ്രോ കളിക്കണ്ട ആഷ് ബ്രൂട്ടൽ.
എന്താ പറയണ്ടേ പിന്നെ വെള്ളത്തിൽ പിടിയാ ജോക്ക് ഷോട്ടിക്സ് പോയി കേട്ടോ വെള്ളത്തിൽ പോയി. എന്റെ വണ്ടി കുളിച്ചിട്ടൊക്കെ വരുന്നുണ്ട്. എന്റെ അമ്മോ, ഇത് എന്ത് race ആ ഇത്? എത്തുന്നില്ലേ? ആർക്ക് കരക്കുടിയൊക്കെ പാർന്നിട്ട് പോകാൻ കേട്ടാ തിരിഞ്ഞു വഴി മനസ്സിലാകുന്നില്ല, വഴി മനസ്സിലായില്ല. ആ പോയി കള്ളായി കള്ളായി. പോയി ഇതൊക്കെ ആരാ അവരൊന്നും ചെയ്തില്ല. സഹായിക്കാൻ നോക്കിയാ നേരെയൊക്കെ വാറ്റുണ്ണ ഇവിടുന്ന് പറന്നു വരുന്നു. കൈ തെറിച്ചു പോയതാ. ഇങ്ങനെയാണോ കയ്യിൽ നിന്ന് തെറിച്ചു പോകുന്നത്? ഇതിപ്പോ ഇവിടെ വന്നത് ഇപ്പൊ എന്റെ മുമ്പിൽ നോക്കൂ കള്ള പൈസ പിച്ചതാവ് ചെക്ക് പോയിന്റുള്ള കളി കളിക്കാം. ചെക്ക് പോയിന്റ് ഇല്ലാത്തോണ്ട് എല്ലാരും കള്ളക്കളിയാട്ടോ, സത്യം പറയാം. സോയി പോണം. മേലോട്ടല്ലേ? ഈ മേലോട്ട് പോണ്ടേ ഇപ്പൊ? പോയിട്ടില്ല. ഏരോ മാർക്ക് എന്തിനു പറഞ്ഞു? റൂട്ടിലെങ്ങനെ ചെക്ക് പോയിന്റ് ഇല്ലാത്തോണ്ട് ഭയങ്കര അതാ. എല്ലാം കയറി പോ. അതെന്തത്? എല്ലാരും ചാടി ചാടി എടുത്തിട്ടാ. ഞാൻ കരുപട്ടെ ഇത് ഇന്ന് പിന്നെ ഷോർട്ട് കട്ട്, നല്ല ഷോർട്ട് കട്ടെ. എന്റെ വണ്ടി വെറുതെ ഞാൻ വന്ന് പെൻസിൽ പഠിച്ചാണോ? ഇത് 23% തന്നെ നിൽക്കുവോ ബഗ്ഗായത് ശരിയാ. നേരെ പോണില്ല. എനിക്ക് 23 കാണിക്കും. ഇത് നിർത്തിയാലോ, ഇത് നിർത്തിയാലോ. അല്ല 24 24 24 നിർത്തണോ നിർത്താ. ഇത് ആരും ഇതാവുന്നില്ല, എല്ലാരും ആ നിർത്താം. ഇതല്ല ആരും നല്ല രീതിയിൽ ഓടിക്കുന്നത് വെറുതെ. വളരെ എത്തിയടാ. ഞാൻ ഒന്നാമത് നിൽക്കുവായിരുന്നു. ഞാൻ പിന്നെ വേണം ഞാൻ വിട്ടുതരാം. ഞാൻ അങ്ങനെ അച്ഛയല്ല കേസ്. ഞാൻ അങ്ങനെ ഒരു റീസണബിൾ ആയിട്ടുള്ള കാര്യം പറഞ്ഞാൽ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. നിർത്താം കോമഡി കേട്ടില്ല, ഞാൻ അതാ വരുന്നേ. ഹോസ്പിറ്റലിൽ വെച്ചിട്ട് പോകുന്ന ഒരാള് പാട്ട് ഡിലീറ്റ് റീഫണ്ട് വന്നിട്ടുണ്ട്. പുതിയ പ്രവിശ്യയിടാം. സെയിം പ്രവിശ്യ. ആഷ് റൂട്ടിലാണ് അവിടെ ആയിരുന്നല്ലേ? ബ്രോ ഞാനേ ലെജിറ്റ് ഡ്രൈവർ ആണ്, ലെജിറ്റ് ഡ്രൈവർ. ഈ ഏതോ കുന്നിന്റെ മേളിൽ കണ്ടെടുത്ത് ചാടി ഏതോ വലിയ കുന്നിന്റെ മേളിൽ. നീ ഇറങ്ങിയോ ഇല്ല കേസ് കുഴപ്പമില്ല കേസ്. ഞാൻ ജയിച്ചായിരുന്നു അറിയാം. കുഴപ്പമില്ല നിങ്ങൾ എല്ലാം ചില്ലാവും. എല്ലാവരും ചില്ലാവും. ഇവിടെ എന്റെ ഫാൻസ് പ്രശ്നം ഉണ്ടാക്കുന്നേ. കുഴപ്പമില്ല കേസ്. ഇറ്റ്സ് ഓക്കെ. നമുക്ക് വിജയം വേണ്ട. ഹലോ, പറഞ്ഞോളിയാ. ആടാ ഷാപ്പടാ, നീ അങ്ങ് തെറി വിളിക്കില്ല. നീ പോയിന്റ് പോയെന്ന് പറഞ്ഞു. ഇല്ല അതിപ്പോ അവന്റെ ഊരി പോയില്ലെങ്കിലും നിന്റെ പോയിന്റ് പോയെന്നെ. ഞാൻ തന്നെ ജയിച്ചത്. പോയിന്റ് കൊണ്ട് നീ ഞാനേ അല്ലെങ്കിൽ ഞാൻ തന്നെ ജയിച്ചു. നിന്റെ ഒക്കെ പോയിന്റ് പോയത് നീ താളടിക്കല്ലേ? അല്ലേ ചെറുക്കരെ പറയുന്ന ഏതാ വണ്ടി? മാസ്ദ RX. അടുത്തിട്ടാ ഇട്. എല്ലാം വന്നാ. ഇട്ടോ. അല്ലെ രാത്രിയല്ല പകലിടണേ. പകല് രാത്രി ഇപ്പൊ സമയം രാത്രിയാണോ ഇത്? ഓ ഇത് രാത്രിയാ. ഇല്ല ഇനി അങ്ങനെ ഒരു എക്സ്ക്യൂസ് നമ്മൾ പറയത്തില്ല. നമ്മൾ കഴിഞ്ഞ പോലെ തന്നെ ഒന്നാമതായിരിക്കും. ആ എൻ്റർ എടാ നീ ഇപ്പഴും കണ്ണടി വെച്ച് കളിച്ചോണ്ടിരിക്കുകയാണോടാ? നമ്മളൊരു വാക്ക് പറഞ്ഞ വാക്കാ ജോക്കി. മാൻ ഓഫ് വേർഡ്സ്. അതെ, അവനൊരു വാക്ക് പറഞ്ഞാൽ പറ്റാതെ അച്ഛനും പോലും മാറ്റാൻ പറ്റത്തില്ല നമുക്ക്. യെസ്. വണ്ടി അറിയാം. ഇത് എന്റെ റൈസാ. ലെറ്റ്സ് ഗോ. വാ ഞാൻ കാണിച്ചു അതിനെ പഠിക്കണം. എടാ ഒന്ന് ചാറ്റ് എടുത്ത് തന്നെ ക്ലിക്ക് ചെയ്ത് ഫുള്ളാക്കി തന്നെ. എന്റെ കയ്യിൽ ഗ്ലൗ കിടക്കും. നിന്റെ ഫോൺ നോക്കണം, അതിനകത്ത് വിളിക്കുന്നേ.
മോനെ വാ. സ്കൈ നീ കഴിഞ്ഞ കളിയിൽ നീ പോയിന്റ് ചുമ്മാ കൊടുത്താടാ. ഇല്ലില്ല ഈ കഴിഞ്ഞ കളിയിലേക്ക് പോയിന്റ് കറക്റ്റ് കൊടുത്തു. ഇവൻ ഓനിപ്പോ വിളിച്ചൊന്നൊക്കെ ആണെങ്കിൽ ഞാൻ കൂടെക്കൂല്ലേ? ഞാൻ പറയുള്ള ഞാൻ അമ്മയുടെ കണ്ണിന് പറഞ്ഞ സർജറി കഴിഞ്ഞിരിക്കുക. ഈ ഗ്ലാസ്സിന് എത്രയാണെന്ന് പറയുമോ? റേറ്റ് പറഞ്ഞെടുക്കണ്ട, പറഞ്ഞോ കുഴപ്പമില്ല. ഞാൻ വണ്ടി ചെയ്യണോ? എടാ എന്തിനാണ് ഒഫൻഡഡ് ആവുന്നത്? നീ തന്നെ നിന്റെ സ്ട്രീം എടുത്തൊന്ന് കണ്ടു നോക്ക്. അയ്യോ ഇത് ഓൺ പറഞ്ഞോണ്ട് ഞാൻ നിൽക്കുക. എടാ അത് സെയിം മറ്റേ ട്രെക്കിനാണോ? ആ കാസ്ട്രോ ചെക്ക് പോയിന്റ് ഞാൻ ഓണാണെന്ന് പറഞ്ഞ ഹാൻഡ് ബ്രേക്ക് പിടിച്ചു. സോയി നീ ഒന്ന് തയ്ച്ചു വെച്ചോ. ഞാൻ എന്ത് ചെയ്ത്? ഇപ്രാവശ്യം ഞാൻ ഒന്നും ചെയ്തില്ലല്ലോ. അല്ല കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞുണ്ട്, അതിന്റെ ആവശ്യം വന്നില്ല. കള്ളം കേട്ടോ. പറഞ്ഞെന്നെ കളഞ്ഞല്ലേ. ചിരിച്ചില്ലായിരുന്നെങ്കിൽ ഇവരെന്തോ ഈ രാത്രി 5 പൊറോട്ട കഴിച്ചിട്ട് രാവിലെ അപ്പീടായിരിക്കും നമ്മൾ ഇരിക്കുന്നത്. അടി വെച്ചു വീല് വിറ്റ ആൾക്കാർ നിന്നോട് സംസാരിക്കില്ല പ്ലീസ്. ഞാൻ വിൽക്കുന്നില്ല. ഇന്നലെ വെക്കുന്ന കളിയാ. അത് ടേബിള് കുലുമൊളിയാ. ഈ എത്രയും കളിക്കുന്നത് ഇടിക്കുന്നതൊക്കെ ഭയങ്കര മോശമാണ്. ഇങ്ങോട്ട് വന്ന് ഇടിക്കുന്നത് മാറാ ചവിട്ടാ ഇതിന്റെ ചന്തി. പിന്നെ എന്റെ ചന്തി മാറ്റാൻ നിക്കല്ലേ ഇപ്പൊ, വണ്ടിയെ നീങ്ങുന്നില്ല. ചന്തി ഇല്ലാണ്ട് എങ്ങനെ പോയി? അത്ര അല്ലടാ മോനെ, അത്ര പിന്നെ അത് മനഃപൂർവ്വമല്ല, പക്ഷെ ഈ ചാറ്റ് കാണും. ഈ ചാറ്റിലുള്ള 4308 ആൾക്കാരും ദൈവത്തെ ഓർത്ത് കുറച്ച് മാറ്റി വെച്ചു. ഇത്രയും കട്ട് ചെയ്ത് പോണത് പാറ്റേൺ നിങ്ങളാണ് എന്നെ പഠിപ്പിച്ച്. ഒന്നും മിണ്ടായില്ല. എടാ എല്ലാരും ദൈവത്തെ ഓർത്ത് ഒന്ന് മൈൻഡ് ചെയ്യടാ. ശരത്തിന്റെ എത്ര നേരോട്ട് പറയടാ. എന്താ ഇതുവരെ കേട്ടില്ല. സൗണ്ട് ഭയങ്കര കൂടുതലാ. റെന്റ് അതൊന്നും കേൾക്കുന്നില്ല. അല്ല വണ്ടിയുടെ പാറ്റേൺ ഭയങ്കര കൂളിയാ അവിടെ എടാ, ഇരുന്നിട്ട്. നിന്റെ സൗണ്ട് ഭയങ്കര കൂടുതല്. ശവം. അതത് കുറച്ചേക്കാണ്. അതിന്റെ ഒരിക്കലും തട്ടിക്കൊടുക്കാൻ മഞ്ഞുണ്ട്. പറയാൻ മറന്നുപോയടാ. പറയാൻ മറന്നുപോയാ. എല്ലാരും മറ്റേ ഈ കാർ ഓടിക്കുന്നത് നോക്കണം. കുറച്ചേരം ഫേസ് ക്യാമറോട്ട് മാത്രം ഓടിക്കുകയാണ്. ഞാൻ അവിടെ വലിയ അതിനെ വളയ്ക്കാൻ വേണ്ടിയിട്ടാണ് അടിച്ചത് പാട്ടി. ഇങ്ങനെ ഹെൽപ്പ് ചെയ്യല്ലേ എന്നെ. ചെപ്പോനുണ്ട്. പല്ലുപിടി ചാവണ ചെയ്യുന്നത് തോന്നിച്ചിട്ട് കയറിപ്പോ. ഹായ് ഓയ് ഓയ് ഹലോ. റോഡിൽ കൂടെ പോകണ്ട സോയി. റോഡിൽ കൂടെ കാട്ടിക്കൂടെ പോകണം. ആ ഷോർട്ട്കട്ടൊക്കെ എടുക്കാല്ല. അത് പറഞ്ഞല്ലോ. അവരെടുത്തിരുന്ന ഷോർട്ട് കട്ടുകളൊന്നും അല്ല കേട്ടാ. ഞാനാ നീ തന്നെ. കൊള്ളാം. ഡോക്ടറയുടെ ഞാൻ ഡോക്ടറായിട്ട് പറയാൻ എപ്പോഴും വരാറുള്ളത്. ഷോർട്ട്കട്ട് നോക്കിയാൽ ഞാൻ എടുക്കാം. റിവേഴ്സ് ക്യാമറ നോക്കുന്നുണ്ട്. കാണുന്നത് എല്ലാം കാണുന്നുണ്ട്. ഒരു ഗിയറോടെ വെച്ചെങ്കിൽ ഇപ്പൊ ഗോകുല അടിച്ചു കഴിയുന്നു. അപ്പൊ എന്റെ നിങ്ങള് കേറിയല്ലേ? സ്റ്റീവ് ഒക്കെ ഇന്ത്യയുടെ സ്റ്റിയറിംഗ് വാങ്ങിച്ചിട്ട് ഇറ്റാച്ചി സ്റ്റീവ്. ഡയലോഗ് എന്ന് പറഞ്ഞാൽ അത് അമ്മാതിരി ഡയലോഗാണ്. അന്നവിടെ പോയണ ഞാൻ താഴെ വരാം.
ജോക്ക് എത്രയാണ്? 5ാമത് വെളിയിൽ പോയി പൈസ നടക്കുന്നു. വെളിപ്പെട്ട് എന്ത് വാങ്ങിച്ചു? എനിക്കൊരു ചലഞ്ച് വരാൻ വേണ്ടിട്ടേ ഈ കമ്പാക്ക് അടിച്ചല്ലേ എനിക്ക് ഇഷ്ടം. നീ കുറെ കമ്പാക്ക് അടിച്ചു. എത്ര തരും ഞാൻ കമ്പാക്ക് അടിച്ച് ഫസ്റ്റ് അടിച്ച? എടാ ഞാൻ നാളെ 5 സബ്സ്ക്രിപ്ഷൻ എടുക്കും. 10. 10. ഇത് അടിച്ച് ഫസ്റ്റ് അടിച്ചില്ലെങ്കിൽ നീ എനിക്ക് അയക്കണം. എന്നാ വേണ്ട, അത് വേണ്ട. നിനക്കതെന്തൊരു ഈസി അല്ലേ അത്? എനിക്കല്ലേ ഇവിടെ കഷ്ടപ്പെടേണ്ടത്. നീ കഷ്ടപ്പെടണം, നിനക്ക് 10 അങ്ങോട്ട് കിട്ടുന്നില്ല. കണ്ടോണ്ടിരുന്നാ പോലെ ഞാനെന്തിനാ കണ്ടോണ്ടിരുന്നിട്ടാകാം. പിന്നെ ഫുട്ബോളിനൊക്കെ വെച്ച് വെക്കുന്നവരെന്ത് ഫുട്ബോൾ ഇറങ്ങി കളിക്കുകയും ശരിയാണല്ലോ. ഉണ്ടോ ഇല്ലയോ? ഇല്ല എന്തൊരു ഭൂഷണാടാ. ചാറ്റിൽ തെറി വിളിക്കല്ലേ ദൈവത്തെ ഓർക്ക് എന്ത് കാര്യം. ഭീമോ കണ്ടോളാ വിചാരിച്ച് കുഴപ്പമില്ല. ഈ പാക്കു എന്തുവാടാ? ഹേയ് ബോക്കി, ഹേയ് കോക്കി, ഹേയ് ഹായ് പറ എന്തുവാ? കണ്ണാവ പൂവാല ചെങ്ങാത്ത കൂടാണ്ട പാലിനെന്താ ഞാൻ പറഞ്ഞില്ല അമേരിക്ക ജനിച്ചാണ് ഞാൻ. ആസ്റ്റൺ ഹോളിന്റെ ഒരു ചായ ഇല്ലടാ. കണ്ടോട്ടില്ല അവൻ തൂറാൻ വെക്കുമ്പോ ഇരിക്കുന്ന വണ്ടി ഓടിക്കുമ്പോ ദൂരം വെക്കുന്നത്. ആടിന്റെ കാട്ടം പോലെ ഇരിക്കുന്നവനാണ് എൻ്റെ അടുത്ത് ഈ വർത്താനം പറയുന്നത്, ചിരിച്ചോണ്ടിരിക്കുന്നത്. എടാ ഞാൻ അവിടെ കണ്ണട കെട്ടിയ കയ്യെ നീ എന്ത് ചെയ്തടാ? ഞാനല്ലേ പറഞ്ഞു. ഞാനൊന്നും ചെയ്തില്ല. പക്ഷെ ലെഫ്റ്റിലോട്ടാ വഴി. ഞാനല്ലേ ഞാൻ ഫോക്കസ് ചെയ്യട്ടെ. ക്യാമറ കയ്യിലിരിപ്പുണ്ടോ അളിയാ? Amazing. താല്പര്യം എനിക്ക് റിപ്ലൈ വണ്ടി 6ാമത്തെ ഗിയറിന് മുകളിൽ കയറുള്ളൂ, അതാണ്. നല്ല റോഡ്. അയ്യോ വളവ് വരാത്തോളം ഞാൻ സേഫാ. ഞാൻ അവിടെ തിന്നുള്ളേട്ടാ. ലബി ബ്രോ സബ് ചെയ്തായിരുന്നു. എടാ സിപ്പം കുടിക്കാൻ തോന്നണ. രാത്രി പ്രഗ്നൻസി മറ്റേ ഡ്രൈവിംഗ്സ് തുടങ്ങിയ പുള്ളിക്ക്
രാത്രി പാൽപ്പായസം ഇതൊക്കെയാണ് പുള്ളിക്ക് രാത്രിയാകുമ്പോ ഒരു 1:45-2 മണിയാകുമ്പോ പുള്ളിക്ക് പാൽപ്പായസം വേണം, ചായ കുടിക്കണം. അടിച്ച ചായ അടിച്ച ചായ വേണം, അടിച്ച് പൊസക്കിയ ചായ കുടിക്കുള്ളൂ, നോർമൽ കുടിക്കില്ല. എന്തോ ഒരു കഷ്ടമാണ് ഈ മിൽമ അടുത്തുള്ള തിരുവനന്തപുരത്തുള്ള കുറെ അവന്മാർക്ക് ഞാൻ പറഞ്ഞതാ ഇപ്പം കൊണ്ട് പറഞ്ഞ വീട്ടിൽ നിന്ന് പാൽസിപ്പൂ വന്നോടാ. എന്ത് കാര്യത്തിലെ കൂട്ടപ്പ് ചെയ്യുന്നത്? എന്ത് കാര്യത്തില്? അവിടെ ഒരു പാലം അറിയാം, ഞാൻ എപ്പോഴും എടുക്കാൻ കൊടുത്തിട്ടാണ്. എടാ ചാറ്റിലുള്ള തിരുവനന്തപുരത്തുള്ളവന്മാരുടെ ഞാനല്ലേ ഇവിടെ പറഞ്ഞത് ഈ പാൽസിപ്പൂ കൊണ്ടുതരുമോ നീയൊക്കെ എവിടെ കൊണ്ടുതരാനൊക്കെ പറഞ്ഞു. എടാ പൊട്ട ഇവിടെ മിൽമയുടെ ബൂത്തിൽ കിട്ടും. ഇവിടെ മിൽമ ബൂത്ത് അതിന് ഞാൻ പറഞ്ഞേ അവിടെ എന്ത് നല്ല റോഡ്. അയ്യോന്ന് വിളിച്ചു. അപ്പൊ എന്തോ ഉണ്ട് ഫ്രണ്ടിൽ. കിട്ടിയില്ലേ? എന്നാ നീ വിചാരിക്കും, പക്ഷെ ഞാൻ കിട്ടിയില്ല. ഈഗിളുടെ ഒന്നും പോയിന്റ് ഇല്ല ഇതിനകത്ത്. ഒരു കളി കളിക്കുള്ളൂ, രണ്ടാമത്തെ കളി ഏത്? Don't judge me. ആരെയാണ് അവിടെ വഴിയിൽ നിന്ന് ചെറുതായിട്ട് പറ്റിയത്? ഇങ്ങോട്ടാ ഞാൻ നാളെ ലൈവിലെ പെറ്റിക്കൂട്ട് പെറ്റിക്കോടാ കൂടുതൽ സാധനം Let's go guys. ഇല്ല നമ്മളിനിയും കളിക്കുന്നുണ്ട്. ഈകളെ തട്ടേട്ടായിരുന്നു എനിക്ക്. നോക്കപ്പ എനിക്ക് 4. Bro, where is God? എന്റെ ഒരു പോയിന്റ് പോലെ Where is God? Not DNF. God, My God. God. അല്ലേ 2 പോയിന്റ് ആണല്ലോ, 2 പോയിന്റ് ആണല്ലോ. ഞാൻ ഇപ്പോഴും മേളിൽ കിടക്കാം. 3 പോയിന്റ് ടോപ്പിൽ പോയിന്റ് വ്യത്യാസം ഇപ്പൊ തരാം, അടുത്തത് 4, 3, 2. എത്ര പോയിന്റ് ടേബിൾ എങ്ങനെയാണ് ഇപ്പൊ നമ്മൾ കിടക്കുന്നത്? ഞാൻ എത്ര സ്ഥാനത്താണ്? മൂന്നാമത് ബോട്ടിന് താഴെ. ഒന്നാമത് എത്ര പോയിന്റ് ആണ്? 4. രണ്ടാമത് 3, മൂന്നാമത് 2. പിന്നെ 2 പിന്നെ 1. അപ്പൊ അടുത്ത കളി ഫസ്റ്റ് അടിച്ചാൽ തീരാവുന്നല്ലോ ഈ പ്രശ്നം എനിക്ക്. അതാണ് നിന്റെ പ്രശ്നം. നിനക്കുള്ള അടുത്ത പ്രശ്നം പ്രാവശ്യം ഞാൻ സെക്കൻഡ് അടിച്ചാലും ഫസ്റ്റ് ചേർത്തില്ലല്ലോ. ഐ മീൻ പോയിന്റ് ടേബിളില്. ഗോട്ട് ഫാൻസിനോട് എനിക്ക് ഒന്നും പറയാനില്ല, അവരോട് എനിക്ക് ഇല്ല. ആദ്യം ഫ്രണ്ട് മേളിക്കാറല്ലേ, എന്നിട്ട് സംസാരിക്കാം. ഈ സ്പോർട്സ് എന്താ പാലമില്ലായിരുന്നു കേട്ടോ. ഇന്ത്യയിലെ സ്റ്റാർലിങ്ക് വന്നിരുന്നെങ്കിൽ ഞാൻ താറിനകത്ത് എന്റെ ക്യാമറ അറ്റാച്ച് ചെയ്ത് ഞാൻ അങ്ങനെ പോയേനെ. തോന്നിടത്ത് പോയിട്ട് 1 കോടി അയച്ചെന്നാ ഞാൻ ട്രൈ ചെയ്യാം. എടാ നീ അയച്ചു തന്നാൽ ഇവിടെ ലീഗലല്ലല്ലോടാ. അങ്ങനെ ഒപ്പിക്കാനാണ് എനിക്ക് എപ്പോഴും ഒപ്പിക്കുക. ഇവിടെ ലീഗലല്ല, എന്നെ പോലീസ് പിടിക്കൂലേ? ഒളിപ്പിച്ച് പോയി അല്ല, എങ്ങനെ ഒപ്പിച്ചാലും പിടിക്കും.
അല്ലെ മറ്റേ ഇങ്ങനെ എഴുതി വെക്കുക മറ്റേ സൺ ഡയറക്റ്റ് എന്നൊക്കെ അതിന്റെ മേലെ എഴുതി വെക്കുക സ്റ്റാർലിംഗ് ഇവിടെ കിട്ടുമോ ഇനി? ഇല്ല സ്റ്റാർലിംഗ് ഇവിടെ കിട്ടും ഇന്ത്യയിലല്ല ഇവിടെ കിട്ടും ഇപ്പൊ ഖത്തർ എയർവേസിലും എമിറേറ്റ്സിലും എല്ലാം അതല്ലേ 40,000 ഫീറ്റിൽ ഇന്റർനെറ്റ് കിട്ടും. ഓ അതൊക്കെ എന്ത് കണ്ടുപിടുത്തല്ലേ. 40,000 ഫീറ്റിൽ നമുക്ക് ഇന്റർനെറ്റ് വൈഫൈ ഒക്കെ ടിക്ടോക്ക് ഒക്കെ കണ്ടിനി ഫ്ലൈറ്റിൽ പോവാം. ടിക്ടോക്കിലല്ലോ റീൽസ്. ഫ്ലൈറ്റിൽ എപ്പോഴും പോവാലോ. എപ്പോഴും പോകാം. അല്ല അങ്ങനല്ല അല്ല, റീൽസ് കണ്ടോണ്ട് പോകും. റീൽസ് എല്ലാം കണ്ടോണ്ട് ഇപ്പോഴും പോവാം. എപ്പോഴും മറ്റേ സ്കൈ ടൈം അവര് കഷ്ടപ്പെട്ടവൻ കണ്ടുപിടിച്ച് പറഞ്ഞില്ല അത് നല്ലൊരു കാര്യം പറഞ്ഞല്ലേ അതാണ് അത്. ഞാനും പറഞ്ഞ കാര്യോ ഫ്ലൈറ്റിൽ ഇപ്പോഴും നെറ്റ് ഉണ്ടെന്ന്. അവനെ സമ്മതിച്ചു കൊടുക്കണം അവൻ. ഇല്ല, നല്ല സ്പീഡ് ഞെട്ടിയിട്ടെന്ന് ആ പറഞ്ഞു. സാധനം ഓ അങ്ങനെ സ്ട്രീം വരെ ചെയ്യാൻ ചേട്ടാ സ്റ്റാർലിംഗില്. സ്ട്രീമിംഗ് ഉണ്ട്, എല്ലാം അവന്മാർ കൊടുത്തിട്ടുണ്ട്. അവൻ ജയിക്കട്ടെ അവന്റെ ലൈവല്ല. ഇങ്ങനെയൊക്കെ പറയുന്നത് അത് കേട്ടായിരുന്നോ? അല്ല അത് കേട്ടായിരുന്നോ? നിനക്ക് റേസിൽ പിടിക്കണം, അല്ലാത്തപ്പോഴും പിടിക്കണം. നീ സമാനത്തിലോട്ട് കയറി വാ. അതെ ഞാനോ ദൈവം ഈ സോയി അല്ല സാമാനത്ത് കയറി പിടിക്കാൻ പറഞ്ഞപ്പോ അപ്പഴേ ടീം ഞാനാണോ വരാന്ന്. അത് ഇടിക്കുന്ന ഇട്ട് പോകാ. എടാ അടുത്ത ഇടുന്നില്ല, റേസ് ഇടുന്നില്ല. അലിയ വിജി ഇത് കണ്ടുപിടിച്ചിട്ടില്ല. ചേട്ടൻ നേരെ കിട്ടിയില്ലേ? വീട്ടിൽ കിട്ടേക്കുന്നത് കേട്ടാ ആ ഇട്ടോ ഇട്ടോ, ഇട്ടോ. മോനെ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ ലെറ്റ്സ് ഗോ. പോയിന്റ് ടേബിൾ ടോപ്പിലേക്കുള്ള യാത്ര. പോയിന്റ് ടേബിൾ ടോപ്പ്, ടേബിൾ ടോപ്പ്. ലെറ്റ്സ് ഗോ. RP. ഓ ഇപ്പൊ കളിക്കാം. 1:50 അല്ലേ ഉള്ളൂ. 2 മണിയാകുമ്പോ RP പോകാം. ഇത് മറ്റേ ഇ സ്പോർട്സ് പറഞ്ഞ മാപ്പാട്. ഒരു ഏക്കർ 100 കിലോമീറ്റർ ഉണ്ട്. വാങ്ങി കൊടുക്കാൻ ഞാനിപ്പോ എവിടെ കച്ചവടം. ഈസി. ഗയ്സ്, ഇത് പോയിന്റ് ടേബിൾ താഴോട്ടുള്ള പോക്കാണ്. 100 കിലോമീറ്റർ. ഇല്ല അവൻ എന്നെ ഇപ്പൊ വിളിച്ചിട്ടിപ്പിച്ചത് അവൻ.